الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وقالوا كونوا هودا أو نصارى تهتدوا قل بل ملة إبراهيم حنيفا وما كان من المشركين. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ലോകത്തിൻ്റെ സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബുൽ ആലമീൻ അല്ലാഹുവിൻ്റെ മഹത്തരമായ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ദീനിൻ്റെ ചിഹ്നങ്ങളെ മുറുകെ പിടിച്ച് യഥാർത്ഥ സത്യവിശ്വാസികളായി ജീവിച്ചു മരിക്കാൻ ഓരോരുത്തരും ആത്മാർത്ഥമായി ശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യദീനിനെ സ്നേഹിച്ച് ജീവിച്ചു മരിക്കുന്നവരിൽ നമ്മളെയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാം എന്ന് പറയുന്ന സമ്പൂർണമായ ഒരു മതം, പ്രകൃതിയുടെ മതം, മനുഷ്യന്റെ ജീവിതത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവന് കൊടുത്തിരിക്കുന്ന അനുഗ്രഹീതമായ മതമാണ് ഇസ്ലാം. എന്നാൽ ഇസ്ലാമിന് എത്രയേറെ സവിശേഷതകൾ ഉണ്ടെങ്കിലും സ്നേഹത്തിന്റെ ഈ മതത്തിനെതിരെ അസൂയയും പകയുമായി നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരിൽ പ്രധാനികളാണ് യഹൂദികളും നസ്വാറാക്കളും. അത് തിരിച്ചറിയാതെ പോകുന്ന ഒരു ഉമ്മത്തായി നാം മാറാൻ പാടില്ല. യഹൂദികളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളോട് അങ്ങേയറ്റത്തെ വെറുപ്പും ശത്രുതയുമുള്ളവരാണ് ജൂതർ എന്ന് വിളിക്കുന്നത്. അതിന്റെ കൃത്യമായ തെളിവാണ് അള്ളാഹുവിന്റെ ഖുർആൻ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മളെ പഠിപ്പിച്ചു. ലതജിദന്ന അശദ്ദന്നാസി അദാവതൻ ലില്ലദീന ആമനുൽ യഹൂദ വല്ലദീന അശ്റകൂ. നബിയേ, നിങ്ങൾക്ക് കാണാൻ പറ്റും ഏറ്റവും കൂടുതൽ ശത്രുതയുള്ളവരായിക്കൊണ്ട് മുസ്ലിമീങ്ങളോട്, മുഅ്മിനീങ്ങളോട് ആരായിരിക്കും അവർ? അൽ യഹൂദ, ജൂതന്മാർക്കായിരിക്കും. വല്ലദീന അശ്റകൂ, ബഹുദൈവ വിശ്വാസികൾക്ക് മുസ്ലിമീങ്ങളോട് ശക്തമായ വെറുപ്പുണ്ടായിരിക്കും, ശത്രുതയുണ്ടായിരിക്കും. ഖുർആൻ അത് പറയുന്നത് വഹീന്റെ അടിസ്ഥാനത്തിലാണ്. അതിന്റെ ആ വെറുപ്പ് ഇന്നും തീർന്നിട്ടില്ല. അത് തുടങ്ങിയിട്ട് എത്ര കൊല്ലങ്ങൾ കഴിഞ്ഞു. ഫലസ്തീനിന്റെ ചരിത്രം വായിക്കുമ്പോ അവിടെ അനുഭവിക്കുന്ന കഥനകഥകൾ നമ്മൾ പറയുമ്പോ, അല്ലെ, ക്രൂരമായ ഒട്ടനേകം സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ട് അവസാനം അവരോടത് നിർത്തിവെക്കാൻ പറയുമ്പോൾ അവർ പറയുന്നത്, ഞങ്ങൾ ഫലസ്തീനിൽ മനുഷ്യത്വരഹിതമായി ഒന്നും ചെയ്തിട്ടില്ല. അത്രമാത്രം വലിയ വെറുപ്പിന്റെയും പകയുടെയും ആളുകളായി അവർ മാറുകയാണ്. സത്യത്തിൽ യഥാർത്ഥത്തിൽ തൗറാത്തിന്റെയും മൂസാ നബി അലൈഹിസ്സലാമിന്റെയും അനുയായികളാണ് യഹൂദികൾ, ജൂതന്മാർ.
എന്നിട്ട് അവർ ആ പ്രവാചകന്റെ അനുയായികളും മുസ്ലിങ്ങളായി കാലങ്ങൾ ജീവിച്ചവരായിരുന്നു. പിന്നീട് ആ വേദഗ്രന്ഥത്തിൽ നിന്ന് അവർ വഴിതെറ്റി നടക്കാൻ തുടങ്ങി. ആ മതനിയമങ്ങൾ അവർ ലംഘിച്ച് സ്വന്തം ഇച്ഛകൾക്ക് അടിസ്ഥാനത്തിൽ ജീവിക്കാൻ തുടങ്ങി. അവർക്കനുസരിച്ച് ഈ മതനിയമങ്ങളെ ഒഴിവാക്കാൻ തുടങ്ങി. അങ്ങനെ അവർ അവരവരുടെ ഇഷ്ടമനുസരിച്ച് നടക്കാൻ തുടങ്ങിയപ്പോ അവർ പലതും യോജിക്കാത്തത്, അല്ലെങ്കിൽ മതത്തിനോട് പ്രവാചകന്മാർ പഠിപ്പിച്ച അധ്യാപനങ്ങളോട് യോജിക്കാൻ പറ്റാത്ത വാദങ്ങൾ സമൂഹത്തിൽ ശക്തമായി ഉന്നയിച്ചു. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, വഖാലത്തിൽ യഹൂദു വന്നസാറാ നഹ്നു അബ്നാഉല്ലാഹി വഅഹിബ്ബാഉ. യഹൂദികളും നസാറാക്കളും പറയാറുണ്ട്, ഞങ്ങൾ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ടവരാണ്, ഞങ്ങൾ അല്ലാഹുവിന്റെ സന്താനങ്ങളാണ്, ഞങ്ങൾ അത്രക്ക് നല്ലവരാണ്, ഞങ്ങൾ അത്രയേറെ മുന്തിയവരാണ്, ഞങ്ങളെയാണ് അള്ളാഹ്ക്ക് ഏറെ ഇഷ്ടം, ഞങ്ങൾ അള്ളാഹുവിന്റെ സന്താനങ്ങളാണ്. അത്രമാത്രം അവർ പറയുകയും പ്രചരിപ്പിക്കുകയും തുടങ്ങി. പ്രവാചകത്വമാകട്ടെ, പരലോകത്ത് മോക്ഷം ലഭിക്കുന്ന കാര്യമാകട്ടെ, അതൊക്കെ ഞങ്ങളുടെ കുത്തകാവകാശമാണെന്ന് ഈ യഹൂദികൾ പറയാൻ തുടങ്ങി. വഖാലു, അവര് പറഞ്ഞു, ലൻ തമസ്സനന്നാറു ഇല്ലാ അയ്യാമം മഅദൂദാ, ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തതിന്റെ പേരിൽ നരകത്തിൽ കടക്കുകയാണെങ്കിൽ തന്നെ കുറച്ചു ദിവസം മാത്രമേ കടക്കുള്ളൂ. ഞങ്ങൾ അത്രയും മുന്തിയ ആൾക്കാരാണ്. മറ്റൊരിക്കൽ ഖുർആൻ പറഞ്ഞു, വഖാലു, അവർ പറഞ്ഞ വാക്ക്, ലൻ യദ്ഖുലൽ ജന്ന, ഒരാളും സ്വർഗത്തിലെത്തൂല. സ്വർഗം എന്ന വിശ്വാസം അവർക്കുണ്ട്. ഒരാളും സ്വർഗത്തിലെത്തൂല, ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറാ, യഹൂദിയോ നസ്രാനിയോ ആകാതെ സ്വർഗത്തിലെത്തൂല. ഖുർആൻ പറയാണ്, തിൽക അമാനിയുഹും, അത് അവരുടെ വ്യാമോഹം മാത്രമാണ്. അതൊന്നും വിഷയാക്കണ്ട, അതൊക്കെ അവരുടെ കൊതിയാണ്, അവരുടെ ആഗ്രഹമാണ്. മറ്റൊരിക്കൽ അള്ളാഹുവിന്റെ ഖുർആൻ അവരെ പറ്റി പറയാണ്, അവർ നടന്ന് പറയാറുണ്ട്, നിങ്ങൾ സന്മാർഗത്തിലാണോ സത്യത്തിലാണോ നിങ്ങൾ ജൂതനാകണം. അല്ലാത്തവരൊക്കെ പിഴച്ചവരാണ്, നശിച്ചവരാണ്. വഖാലൂ, അവര് പറയാറുണ്ട്, കൂനൂ ഹൂദൻ ഔ നസാറാ, ഒന്നുകിൽ ജൂതനായിക്കോ അല്ലെങ്കിൽ നസ്രാനി ആയിക്കോ, എന്നാലും മുസ്ലിം ആകരുത്. യഹൂദി ആയിക്കോ നസ്രാനി ആയിക്കോ, തഹ്തദൂ, നിങ്ങൾ സന്മാർഗം നേടിയവരായി മാറും. നബിയെ, ഇങ്ങനെ പറയുന്നവരോട് പറഞ്ഞു കൊടുക്ക്, ഖുൽ, നബിയെ പറയൂ, ബൽ മില്ലത ഇബ്രാഹീമ ഹനീഫാ, നിങ്ങൾ ഇതൊന്നുമല്ല ആകേണ്ടത്, നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്താണ് പിൻപറ്റേണ്ടത്. അതാണ് ശരിയായ മതം, ശരിയായ മാർഗം അതാണ്. വമാ കാന മിനൽ മുശ്രിക്കീൻ, ഇബ്രാഹിം നബി ഒരിക്കലും അള്ളാഹുവിൽ ശിർക്ക് ചെയ്യാത്തവരായിരുന്നു. അപ്പോ ആഗ്രഹം പലതുണ്ട് അവർക്ക്, വ്യാമോഹങ്ങൾ പലതുമുണ്ട്, ആദർശങ്ങൾ അവർ പലതും പറയുന്നുണ്ട്. എന്നിട്ടും അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, എന്താണ് അവരുടെ മുഖ്യമായ പ്രധാനമായ വഴികേടിന്റെ കാരണമെന്നോ, വേദഗ്രന്ഥത്തിൽ നിന്ന് വഴിതെറ്റി സഞ്ചരിച്ചപ്പോഴാണ്. ഈ വാക്ക് നമ്മളെ വേദനിപ്പിക്കണം. എന്തുകൊണ്ടാണ് യഹൂദികൾ ഇത്ര വലിയ ക്രൂരതകൾ ചെയ്യുമ്പോഴും അവരുടെ മനസ്സിന് അലിവ് തോന്നാത്തത്? എന്തുകൊണ്ടാണ് ഈ യഹൂദികളായ മനുഷ്യന്മാർ ചെയ്യുന്ന ക്രൂരതകൾ അവരിങ്ങനെ ന്യായീകരിക്കുന്നത്? അവർ വേദഗ്രന്ഥത്തിൽ നിന്ന് ദൂരേക്ക് മാറി സഞ്ചരിച്ചു. നമ്മൾ അല്ലാഹുവിന്റെ ഖുർആനിൽ നിന്ന്, സത്യഗ്രന്ഥത്തിൽ നിന്ന് മാറി സഞ്ചരിച്ചാൽ നമ്മളും എത്രയോ വലിയ വഴികേടുകൾ പേറി നടക്കേണ്ടി വരും. അല്ലാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തി, വഇന്നല്ലദീന ഇഖ്തലഫൂ ഫിൽ കിതാബി ലഫീ ശിഖാഖിൻ ബഈദ്, സത്യഗ്രന്ഥം അവർക്ക് ഇറക്കി കൊടുത്തിട്ട് അതിൽ നിന്ന് വിദൂരമായ വഴികേടിലേക്ക് അവർ നീങ്ങിയത് കൊണ്ടാണ്. ഖുർആനുമായി നമ്മൾ അകന്നുപോയാൽ നമുക്കും ഇതാണ് വരാൻ പോണത്. തൗറാത്തിൽ നിന്ന് വഴിതെറ്റി നീങ്ങി സഞ്ചരിച്ചപ്പോ അവരുടെ ജീവിതം ഏത് ക്രൂരതയിലേക്കും എത്തിപ്പെടാൻ മാത്രമുള്ള വഴികേടിലേക്ക് അവർ പോയി. അവർ അള്ളാഹുവിനെതിരെ വാദമുന്നയിച്ചു, അള്ളാഹുവിന്റെ സന്താനമുണ്ട് എന്ന്. അത് ഉസൈർ നബി അള്ളാന്റെ കുട്ടിയാണെന്ന് വരെ അവർ വാദിച്ചു. വഖാലത്തിൽ യഹൂദു ഉസൈറുൻ ഇബ്നുല്ലാഹ്,
ഉസൈർ എന്ന് പറയുന്ന പ്രവാചകൻ അള്ളാഹുവിന്റെ മോനാണെന്നവർ വാദിക്കുന്നുണ്ട്. പരലോകത്ത് വെച്ചുകൊണ്ട് ഇവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനെയാണ് മാ കുൻതും തഅബുദൂൻ, നിങ്ങൾ എന്തിനെയാ ദുനിയാവിൽ ആരാധിച്ചിരുന്നത്? ഖാലു, അന്ന് യഹൂദികൾ പറയും, കുന്നാ നഅബുദു ഉസൈറുൻ ഇബ്നുല്ലാഹ്, അള്ളാഹന്റെ മോനായ ഉസൈർ എന്ന് പറയുന്ന പ്രവാചകനെയാ ഞങ്ങൾ ആരാധിച്ചിരുന്നത്. അപ്പോ അള്ളാന്റെ മോനെയാണ് ആരാധിച്ചത് എന്ന് പറയുമ്പോൾ ഒരു അംഗീകാരം കിട്ടുമല്ലോ. എന്നാൽ പരലോകത്ത് വെച്ചുകൊണ്ട് ഫയുഖാൽ, അവിടെ വെച്ച് പറയപ്പെടും, കദബ്തും, നിങ്ങൾ ഇപ്പറയുന്ന വാക്ക് കള്ളമാണ്. ലം യകുൻ ലില്ലാഹി സ്വാഹിബ, അല്ലാഹുവിന് ഭാര്യമാരില്ല. വലാ വലദുൻ, അല്ലാഹുക്ക് സന്താനങ്ങളില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇബ്നുല്ലാ എന്ന് പറയുന്നത്? ഇവരുടെ വാദം തന്നെ വലിയ അബദ്ധത്തിലേക്കാണ് അവരെ കൊണ്ടെത്തിക്കുന്നത്. വേദഗ്രന്ഥത്തിനകത്ത് വഹീന്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായി ഇറക്കിത്തന്ന തൗറാത്ത് പോലും അവർ അംഗീകരിക്കൂല. തൗറാത്തിന് ശേഷം കടന്നു വന്ന ഖുർആൻ അവർ യാതൊരു കാരണവശാലും അംഗീകരിക്കൂല. തൗറാത്തിലെ നിയമങ്ങൾ അവർക്ക് അനുയോജ്യമായതാണെങ്കിൽ അത് മാത്രം എടുക്കും. ഖുർആനാണെങ്കിലോ അത് ഞങ്ങളതല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കും ചെയ്യും. വേദഗ്രന്ഥങ്ങളോടുള്ള അവരുടെ സമീപനമാണ്. മാത്രമല്ല, ലോകത്ത് സത്യം പഠിപ്പിക്കാൻ വേണ്ടി ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ വന്നവരാണ് അമ്പിയാക്കന്മാര്. എന്നാൽ ഈ യഹൂദികൾ ചെയ്ത ക്രൂരത, അമ്പിയാക്കന്മാരെ യാതൊരു കാരണവുമില്ലാതെ അവർ കൊന്നൊടുക്കിയിട്ടുണ്ട്. പിന്നെ ഒരു സാധാരണക്കാരായ മനുഷ്യന്മാരെ കഥ പറയാനുണ്ടോ? ധാരാളം അമ്പിയാക്കന്മാരെ ഇവർ കൊന്ന ചരിത്രം തഫ്സീറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്നല്ലദീന യക്ഫുറൂന ബിആയാതില്ലാഹ്, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ ഇവർ നിഷേധിക്കുന്നു. വയഖ്തുലൂന നബിയ്യീന ബിഗൈരി ഹഖ്, യാതൊരു കാരണവുമില്ലാതെ അവരിലേക്ക് നിയോഗിച്ചയക്കപ്പെട്ട നബിമാരെ കൊന്നുകളഞ്ഞവരാണവർ. അമ്പിയാക്കന്മാരെ കൊല്ലാന്ന് പറഞ്ഞ എത്ര വലിയ പാപമാണ് അവർ ചെയ്തിരിക്കുന്നത്. അള്ളാഹ് നിയോഗിച്ചയച്ച വഹി കൊടുത്ത് പ്രചരിപ്പിക്കുന്ന നബിമാരെ അകാരണമായി കൊന്നൊടുക്കി. ഈസാ നബി അലൈഹിസ്സലാമിനെ കൊല്ലാൻ നോക്കിയ ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ നോക്കി. മദീനത്തുണ്ടായ ചരിത്രല്ലേ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖൈബർ യുദ്ധം കഴിഞ്ഞ് വിജയിച്ചു. ഖൈബർ യുദ്ധം കഴിഞ്ഞ് വിജയിച്ചടക്കിയപ്പോ ഉഹ്ദിയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഷാത്തുൻ, ഒരു ജൂതയായ പെണ്ണ് നബി തങ്ങൾക്ക് തിന്നാൻ വേണ്ടി ഒരു ആടിനെ അങ്ങ് കൊടുക്കുകയാണ്. ആ ആടിന്റെ മാംസത്തിലോ ഫിഹാ സുമ്മുൻ, അതിൽ വിഷം കലർത്തിയായിരുന്നു കൊടുത്തത്. ചെയ്തതാരാ? ഒരു യഹൂദി പെണ്ണാണ്. അവരെ പിൻപറ്റുന്നവരും അവരെ പ്രീണിപ്പെടുത്തുന്ന അവരുടെ മാർഗം പിൻപറ്റി അവരെ മാത്രം സ്വീകരിച്ച് പോകുന്ന ആളുകളെ മാത്രമാണ് അവർക്കിഷ്ടം, അല്ലാത്തവരെ അവർക്കിഷ്ടമല്ല. യഹൂദികളുടെ മാർഗം സ്വീകരിച്ചവരെ അവർക്ക് ഇഷ്ടമുള്ളൂ. വലൻ തർളാൻകൽ യഹൂദു വലൻ നസാറാ ഹത്താ തത്തബിഅ മില്ലതഹും, അവരുടെ മാർഗം പിൻപറ്റുന്നതുവരെ യഹൂദികൾക്കും നസാറാക്കളും ഒരാളെയും തൃപ്തിപ്പെടൂല. അവർ പറയുന്ന പോലെ, അവർ ചെയ്യുന്ന പോലെ, അവർക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അവരെ പിൻപറ്റിയെങ്കിലേ അവർക്ക് മറ്റുള്ളവരൊക്കെ ഇഷ്ടമാവുള്ളൂ. നല്ലവരാണെന്ന് എപ്പോഴും അഭിപ്രായം പറയുള്ളൂ അവരുടെ അതേ മാർഗം ഒരാൾ സ്വീകരിക്കാൻ തുടങ്ങിയാലേ. എന്നാൽ അള്ളാന്റെ ഖുർആൻ പറയാണ്, അവരത്ര മൊന്തിയവരല്ല, അവർക്ക് അള്ളാന്റെ ശാപമുണ്ടായിട്ടുണ്ട്. വഖാലൂ ഖുലൂബുനാ ഗുൽഫ് ബൽ ലഅനഹുമുല്ലാഹു ബികുഫ്രിഹിം ഫഖലീലം മാ യുഅ്മിനൂൻ. അള്ളാഹുവിന്റെ ശാപം അവർക്കുണ്ടായിട്ടുണ്ട്. അവരിൽ വളരെ കുറഞ്ഞ പേര് മാത്രമേ മുഅ്മിനീങ്ങളായി ജീവിക്കുന്നുള്ളൂ. അല്ലാത്തവരൊക്കെ നിഷേധത്തിന്റെ വക്താക്കളാണ്. പക്ഷേ ഞാൻ ഈ വിഷയമൊക്കെ പറഞ്ഞു വന്ന എന്തെന്നറിയോ, ഇതിന്റെ അവസാന ഭാഗത്ത് ഉലമാക്കന്മാർ ഇതെല്ലാം ക്രോഡീകരിച്ചിട്ട് പറയാൻ, ഈ യഹൂദികളുടെ മാർഗം, ഇത്രയേറെ പ്രയാസമുണ്ടാക്കുന്ന യഹൂദികളുടെ മാർഗം പിൻപറ്റുന്നവരായി എൻ്റെ ഉമ്മത്ത് മാറും. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ലതത്തബഅന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്ർ. ഇനി എൻ്റെ സമുദായത്തിൽ നിന്ന്, എൻ്റെ ഉമ്മത്തിൽ നിന്ന് മുൻകാല സമുദായത്തിനെ ചാണിന് ചാണായി, വദിറാഅൻ ബിദിറാഇൻ, മുഴത്തിന് മുഴമായി പിൻപറ്റാൻ തുടങ്ങും എൻ്റെ ഉമ്മത്തിലെ ആൾക്കാർ.
അവരൊരു ഉടുമ്പിന്റെ മാളത്തിലേക്ക് പ്രവേശിച്ചാൽ അതിലേക്ക് പോലും അപകടം നോക്കാതെ അത് പോയി പിൻപറ്റും. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ ഞങ്ങൾ ചോദിച്ചു, സഹാബത്ത് പറയാണ്, നബിയേ അൽ യഹൂദു വൻ നസാറാ, നിങ്ങൾ ഉദ്ദേശിച്ചത് യഹൂദികളുടെയും നസാറാക്കളുടെയും മാർഗം നമ്മുടെ ഉമ്മത്ത് പിൻപറ്റുമെന്നാണോ ഉദ്ദേശിച്ചത്? നബി ചോദിച്ചു, ഫമൻ, അല്ലാതെ ആരെ പറ്റിയാ? പ്രിയപ്പെട്ടവരെ, അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കൂടിയ നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട, മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. യഹൂദി നസാറാക്കളുടെ ചര്യകളും അനുഷ്ഠാനങ്ങളും അവരുടേതായ ചടങ്ങുകളിൽ നിന്നുമൊക്കെ നമ്മൾ പൂർണ്ണമായി വിഭിന്നമാകണം. അവരുടേതായ മതാഘോഷങ്ങൾ, മതാചാരങ്ങൾ നമ്മുടേതായി മാറാൻ പാടില്ലെന്ന് മാത്രമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീന് പഠിപ്പിച്ചപ്പോ 10ഓളം കാര്യങ്ങളിൽ നിങ്ങൾ യഹൂദികൾക്ക് എതിരാകണം. ഇത്രയും നേരം പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്, എന്നാൽ ഇനി പറയുന്ന 10 കാര്യം പറയുമ്പോൾ അത് പറയണം. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ജുസ്സു ശവാരിബ വഅർഖുൽ ലിഹാ വഖാലിഫുൽ മജൂസ്. നിങ്ങൾ മീശാരോമങ്ങൾ വെട്ടി ഒതുക്കണം, താടിരോമങ്ങൾ വളർത്തുന്നവരാകണം, നിങ്ങൾ മജൂസികളോട് എതിരുള്ളവരാകണം, മജൂസികളുടെ പോലെയാകരുത്. മറ്റൊരു ഹദീസിൽ ഖാലിഫുൽ മുശ്രിക്കീന വൽ യഹൂദ്, നിങ്ങൾ യഹൂദികളോടും മുശ്രിക്കീങ്ങളോടും ഒക്കെ എതിരാകണം. എങ്ങനെ? വഫിറുൽ ലിഹാ, താടി വളർത്തുന്നവരാകണം, വഹ്ഫു ശവാരിബ, മീശരോമങ്ങൾ വെട്ടി ഒതുക്കുന്നവരാകണം. 24 മണിക്കൂർ പ്രതിഫലം കിട്ടുന്ന ഒരു സുന്നത്ത്, പ്രബലമായ ശക്തമായ സുന്നത്ത് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകേണ്ടുന്ന ഒന്നാണ്. യഹൂദികളോട് നസ്വാറാക്കളോട് എതിരാകുന്നതിന്റെ ഭാഗമായിട്ട് താടി വടിക്കുന്ന ഒരാൾ നമ്മുടെ ഉമ്മത്തിൽ വരാൻ പാടില്ല. ഗൗരവത്തോടെ ഉലമാക്കന്മാർ പറഞ്ഞ വാക്കാണ്. ഒരൊറ്റ സ്വഹാബി, ഒരൊറ്റ താബിഈ, ഒരൊറ്റ സലഫ് സ്വാലിഹീങ്ങൾ താടി വടിക്കുന്ന സൗഹൃദം ഒരിക്കലും അവരിൽ വന്നിട്ടില്ല. നമ്മൾ വെള്ളിയാഴ്ച പോയി ക്ലീനാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തിനെയാണ്? കേവലം കുറച്ച് രോമങ്ങൾ മാത്രമല്ല, പ്രവാചകൻ പഠിപ്പിച്ച ഈ മഹത്തായ അധ്യാപനങ്ങളെ കൂടെയാ നമ്മൾ വടിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ യഹൂദികൾക്കും നസാറാക്കൾക്കും എതിരാകണമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, യഹൂദികൾ മുഹറം 10 അന്ന് ബഹുമാന ആദരവോടെ പലതും ചെയ്തിരുന്നു. അവരും ചിലരൊക്കെ നോമ്പെടുത്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ എതിരാകണം. നിങ്ങൾ മുഹറം 9 നോമ്പ് നോൽക്കണം. ഒരു നോമ്പിന്റെ കാര്യത്തിൽ പോലും പറഞ്ഞു, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 9 നോമ്പ് നോറ്റ് ഞാൻ യഹൂദികൾക്ക് എതിരായി മാറും. അത്ര വരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് അവിടുന്ന് പഠിപ്പിച്ചത്. 3, ഖബറുകൾ യാതൊരു കാരണവശാലും കെട്ടി ഉയർത്തരുത്, ഖബറുമേൽ കെട്ടിടമുണ്ടാക്കരുത്. എന്താ പ്രശ്നം? നിങ്ങൾ യഹൂദികളെ പിൻപറ്റുന്ന അവസ്ഥ വരരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവസാനം മരിക്കുന്നതിന്റെ 13 ദിവസത്തോളം അസുഖം ബാധിച്ചു. വായിക്കാം, ആർക്കും വായിച്ചു നോക്കാം. ആ 13 ദിവസത്തിനുള്ളിൽ പല തവണയായി പ്രവാചകൻ ബോധമറ്റ് വീഴുന്നുണ്ട്, ബോധരഹിതനായി വീഴുന്നുണ്ട്. ബോധം തെളിയുമ്പോൾ പലതും പറയുന്നുണ്ട്. മരിക്കുന്നതിന്റെ 5 ദിവസം മുമ്പ് ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയാണ്, അവരൊക്കെ ആ സമയത്ത് അവിടെ കൂടിയിരിക്കുകയാണ്. എന്താണ് നബിക്ക് പറ്റുന്നത് എന്നറിയുന്നില്ല. ആ സമയത്ത് നബി തങ്ങളുടെ ബോധം ഇങ്ങനെ ഇടക്കൊന്ന് തെളിഞ്ഞു വരുന്നുണ്ട്. ഞങ്ങൾ ആ മുഖത്തൊരു തുണിക്കഷ്ണം വെച്ചു കൊടുത്തിരുന്നു, വെള്ളം നനച്ചുകൊണ്ട് വേദനയൊക്കെ ഒന്ന് ശമിക്കാൻ. ആ മുഖത്ത് കിടക്കുന്ന തുണിക്കഷ്ണങ്ങളൊന്ന് മാറ്റിക്കൊടുത്തപ്പോ ഫഖാൽ, അവിടുന്ന് നബി പറഞ്ഞു തന്നത്, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറാ. ഇത് പഠിക്കാതെ പോകുന്ന ഒരൊറ്റ ആലിം നമ്മുടെ നാട്ടിലുണ്ടാവില്ല. ഹദീസ് ഗ്രന്ഥങ്ങളിൽ എല്ലാം ഈ ഹദീസുണ്ട്. ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറാ, യഹൂദികളെയും നസാറാക്കളുടെയും മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ട്. ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവർ അംബിയാക്കന്മാരുടെ ഖബറുകളെ സുജൂദിന്റെ ആരാധനയുടെ കേന്ദ്രങ്ങളാക്കി മാറ്റിയവരാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കേരള യാത്രകളും പല യാത്രകളുമായി നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് ഈ ഹദീസ് ഒരു തവണ വായിച്ച് അർത്ഥം പറയാൻ സാധ്യമാകുമോ? അനവധി മഖാമുകളെ കെട്ടിപ്പൊക്കാൻ പ്രേരിപ്പിക്കുകയാണ്.
ഇതുവരെ ചെന്നെത്താത്ത സ്ഥലങ്ങളിലേക്ക് വരെ പുതിയ പുതിയ ജാറങ്ങൾ കെട്ടിപ്പൊക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഹദീസിൽ പറയാണ്, യഹൂദി നസാറാക്കൾക്ക് ശാപം കിട്ടാനുള്ള കാരണം അവരുടെ പുണ്യാത്മാക്കളായ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ ആരാധനയുടെ സുജൂദിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റിയത് കൊണ്ടാണ്. ആ പണി നിങ്ങൾ ഒരാളും ചെയ്യരുതേ എന്നുള്ളതിന്റെ താക്കീതാണ് മരിക്കുന്നതിന്റെ 5 ദിവസം മുമ്പ് കൊടുത്തത്. 4-മത്തേത്, നിങ്ങൾ യഹൂദിക്ക് എതിരാകുന്നാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആവണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചത് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ നിരോധിച്ചിട്ടുണ്ട് അനിത്തസഅഫുരി ലിർരിജാൽ, പുരുഷന്മാര് കുങ്കുമവസ്ത്രം ധരിക്കൽ. കുങ്കുമ നിറമുള്ള വെള്ള വസ്ത്രം ധരിക്കുക. നമ്മൾ പറയാറുണ്ട് കാവി നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക, അത്തരം മുണ്ടുകൾ ധരിച്ച് നടക്കുക. ഇതൊന്നും നമ്മുടെ നാട്ടിൽ ചില ആൾക്കാരൊക്കെ ജോലിക്ക് പോകുന്ന സമയത്തൊക്കെ അത്തരം മുണ്ടുകൾ എടുത്തൊക്കെ കാണാറുണ്ട്. വിലക്കപ്പെട്ടത്, നിരോധിച്ചു എന്നാണ്. തസഅഫുറിന്റെ വസ്ത്രങ്ങൾ ധരിക്കൽ നിങ്ങൾ ഒഴിവാക്കണം. അത് മറ്റൊരു മതസ്ഥന്റേതായ വേഷവിധാനങ്ങളുടെ ഭാഗമാണ്. മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ മക്ക ഫതഹിന്റെ അന്ന്, മക്ക വിജയിച്ചടക്കിയ മക്കം ഫതഹിന്റെ അന്ന് മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ വാപ്പാനെ കൊണ്ടുവരികയാണ്. നബിന്റെ അടുത്തേക്ക് വരിക. വറഅസുഹു വലിഹിയതുഹു കസ്സഗാമതി ബയാദ. അപ്പൊ വരുമ്പോ പ്രായത്തിന്റെ ആധിക്യം കൊണ്ട് തലമുടിയും താടിരോമങ്ങളും വെളുത്ത് നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാണ് ഞങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറയാണ്, ഗയ്യിറൂ ഹാദാ ബിശൈഇൻ വജ്തനിബുസ് സവാദ്. നിങ്ങൾ ഈ വെള്ള നിറം മാറ്റണം, കറുപ്പല്ലാത്ത നിറങ്ങൾ അതിന് കൊടുക്കണം. കറുപ്പിച്ചടക്കാൻ പാടില്ല. വയസ്സായിട്ടും ഞാൻ വയസ്സനായിട്ടില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് പടാപാട് പെട്ടിട്ട് കിട്ടുന്ന മരുന്നൊക്കെ വാങ്ങി തേച്ച് കറുപ്പിച്ച് നടക്കാൻ ഒരാളും മുതിരരുത്. പാടില്ലാത്ത വിലക്കപ്പെട്ട സംഭവമാണ് തലമുടിയും താടിരോമങ്ങളും കറുപ്പിക്കുക എന്നത്. എന്നാൽ വെളുത്ത രോമങ്ങളെ മൈലാഞ്ചി കൊണ്ടോ മറ്റോ നിറം പകുത്ത് വെള്ള കാണാത്ത രൂപത്തിലാക്കുന്നത് യഹൂദികൾക്ക് എതിരാൻ ഹദീസിൽ പറഞ്ഞ വാക്ക്, ഇന്നൽ യഹൂദ, ജൂതന്മാരും വന്നസാറ, ക്രൈസ്തവരും, ലാ യസ്ബുഗൂന, അവർ ഒരിക്കലും താടിരോമങ്ങൾക്ക് അതുപോലെ തന്നെ അവരുടെ തലമുടി രോമങ്ങൾക്ക് നിരവാദിച്ച രോമങ്ങൾക്ക് ചായം പൂശൂല, അതങ്ങനെ കിടക്കും. ഫഖാലിഫുഹും, അതിൽ നിങ്ങൾ എതിരാകണം. ചെയ്യാൻ പറഞ്ഞത് ചെയ്യാനേ നമുക്കിഷ്ടമില്ല. എന്നാൽ വിലക്കപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ എത്ര ആവേശത്തിലാണ് നമ്മുടെ നാട്ടുകാർ ഏറ്റെടുക്കുക. ഇവിടെയാണ് ഇതിന്റെ ഗുണം നമ്മൾ മനസ്സിലാക്കുക. മറ്റൊന്ന്, നമ്മളൊക്കെ വിവിധ നാടുകളിൽ വിവിധ പ്രദേശങ്ങളിൽ പള്ളികളുമായി ബന്ധപ്പെടുന്നവരാണ്. എന്നാൽ ഒരു ഹദീസിൽ പറഞ്ഞ വാക്ക് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, മാ ഉമിർതു ബിതശയീദിൽ മസാജിദി, പള്ളികൾ അലങ്കരിക്കുക, ആഡംബരങ്ങൾ കൊണ്ട് നിറക്കുക എന്നത് നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഒന്നുകൂടി വിശദീകരിച്ചു, ലതുസഖ്രിഫുന്നഹാ കമാ സഖറഫത്തിൽ യഹൂദു വന്നസാറ, യഹൂദികളും നസാറാക്കളും അവരുടെ ആരാധനാലയങ്ങൾ അലങ്കരിച്ച് ഭംഗിയൂട്ടുന്നതിന് പലതും ചെയ്തു കൂട്ടുന്ന പോലെ നിങ്ങൾ ചെയ്യണ്ട. പള്ളിയിൽ സൗകര്യങ്ങൾ കൂട്ടാ, വൃത്തിയാക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. ഭംഗി കൂട്ടുക, അലങ്കാരം കൂട്ടുക എന്ന പേരിൽ ഒരുപാട് കളർഫുൾ ആക്കുന്ന അവസ്ഥയും അതിന് വിവിധങ്ങളായ പണികൾ ചെയ്യുന്നവരും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. അതും പഠിപ്പിച്ചിട്ടുണ്ട്. 7-മത്തേത്, യഹൂദി നസാറാക്കളുടെ വിഷയം പഠിപ്പിച്ച ഹദീസിൽ കാണാൻ സാധിക്കും, ഖാലിഫുൽ യഹൂദ്, നിങ്ങൾ യഹൂദികൾക്ക് എതിരാവണം. ഫഇന്നഹും ലാ യുസല്ലൂന ഫീ നിആലിഹിം വലാ ഖിഫാഫിഹിം, സോക്സ് ധരിച്ച് യഹൂദികൾ ആരാധനാകർമ്മം ചെയ്യൂല, ചെരുപ്പ് ധരിച്ച് യഹൂദികൾ ആരാധനാകർമ്മം ചെയ്യൂല. നിങ്ങൾ അവർക്കെതിരാവണം. ചെരുപ്പ് ധരിച്ച് നിസ്കരിക്കാൻ പറ്റുന്നൊരു സ്ഥലത്താണെങ്കിൽ നിങ്ങൾക്ക് ചെരുപ്പ് ധരിച്ച് നമസ്കരിക്കാം. ഇത് പള്ളിക്ക് ചെരുപ്പിട്ട് കാരണം എന്നല്ല. ചിലപ്പോൾ പുറത്ത് മൈദ നിസ്കാരം നടക്കണം, ചെരുപ്പ് ഊരി വെക്കണം എന്നില്ല. അത് നജസില്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ അതിൽ തന്നെ നമുക്ക് ഈ നിന്നുകൊണ്ട് നമസ്കരിക്കാൻ പറ്റും. അങ്ങനൊന്നും പാടില്ല എന്ന് പറഞ്ഞിരുന്നവരായിരുന്നു യഹൂദികൾ. അതിൽ നിന്ന് നിങ്ങൾ വിഭിന്നരായി മാറട്ടെ. സോക്സ് ധരിച്ചുകൊണ്ട് ഒതുവോടുകൂടെയുള്ള ഒരു സോക്സ് ആണെങ്കിൽ പിന്നെ ഒതു ഉണ്ടാക്കുമ്പോൾ അതിന്റെ മേലെ കൂടെ തടവിയാൽ മതി, അത് ഊരി മാറ്റി നിസ്കരിക്കേണ്ടതില്ല എന്ന് കൂടെ തീർത്ത് മനസ്സിലാക്കുക. അത്താഴം കഴിക്കുക, യഹൂദികൾക്ക് നോമ്പുണ്ടായിരുന്നു, അത്താഴം കഴിക്കൂലായിരുന്നു. നമ്മൾ അത്താഴം കഴിക്കണം. ഇൻഷാ അല്ലാഹ് റമദാനൊക്കെ വരാനിരിക്കുക, വിശദീകരിക്കപ്പെടും. എങ്കിലും ചേർത്ത് പറയാ, യഹൂദികൾ അവരുടെ നോമ്പ് കാലത്ത് അവർക്ക് അത്താഴം ഉണ്ടാവൂല. നമ്മുടെ നോമ്പും അവരും നോമ്പും തമ്മിൽ വ്യത്യാസം, നമ്മൾ അത്താഴം കഴിച്ച് നോമ്പെടുക്കും.
നോമ്പെടുക്കുന്നവരായി മാറണം. 9ാമത്തെ വ്യത്യാസം, അവർ നോമ്പ് തുറക്കും, പക്ഷേ സമയമായാലും കുറെ സമയം കഴിയട്ടെ എന്ന് കാത്തിരിക്കും. നമ്മുടെ നോമ്പിന്റെ പ്രത്യേകത, സമയമായാൽ അജ്ജിലുൽ ഫിത്ർ, വേഗത കാണിച്ച് നോമ്പ് തുറക്കുന്നതിലാണ് നമ്മൾ മുന്നിട്ടു നിൽക്കേണ്ടത്. വഅന്നൽ യഹൂദ വന്നസാറാ യുഅഖിറൂൻ, യഹൂദികളും നസ്രാനികളും നോമ്പ് തുറക്കാൻ സമയം വൈകിപ്പിക്കുന്നവരാണ്. 10 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, യഹൂദികളുടെ ചര്യ പഠിപ്പിക്കുകയാണ്. അന്നൽ യഹൂദ കാനൂ ലാ യജ്ലിസൂന മഅൽ ഹായിദ് ഫീ ബൈത്തിൻ. നമ്മളൊക്കെ വീട്ടിൽ ഒരു പക്ഷേ അങ്ങനെ ഒരു സാധ്യത കാണുകയാണ്. ഹായിദുകാരായ ആർത്തവകാരികളായ സ്ത്രീകളുള്ള യഹൂദികൾ അവരുടെ വീട്ടിൽ ആ ഭാര്യമാരുടെ കൂടെ, ആ സഹോദരിയുടെ കൂടെ അവർ പോയി ഇരിക്കൂല. അത്രക്ക് അശുദ്ധിയാണ് അവർക്ക്, വെറുപ്പ് പോലെയായിരുന്നു. വലാ യഅ്കുലൂന, അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കൂല. വലാ യശ്റബൂന, അവരോടൊപ്പം ഇരുന്ന് വെള്ളം കുടിക്കൂല. എന്നിട്ട് നബി പറയാണ്, ഫഅൻസലല്ലാഹു, അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരു ആയത്തിറങ്ങി, വയസ്അലൂനക അനിൽ മഹീദ് ഖുൽ ഹുവ അദം ഫഅ്തസിലുൻ നിസാഅ ഫിൽ മഹീദ്. അർത്ഥവകാരികളായ സ്ത്രീകളിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കണമെന്ന ആയത്തിറങ്ങിയപ്പോ നബി തങ്ങൾ പറഞ്ഞു, ഇസ്നഉ കുല്ല ശൈഇൻ ഇല്ലൽ ജിമാ, എല്ലാം ചെയ്തോളിയും. അവരൊപ്പം ഭക്ഷണം കഴിക്കാം, അവരൊപ്പം ഇരിക്കാം, അവരൊപ്പം കിടക്കാം. ലൈംഗിക ബന്ധമൊഴിച്ചാൽ ബാക്കിയെല്ലാം അനുവദനീയമാണ്, അകറ്റി തള്ളി മാറ്റേണ്ടതല്ല എന്നും അവർ ഏറെ പ്രയാസപ്പെടുന്ന, ഒരുപക്ഷെ ഒരാളുടെ സഹായം കൊതിക്കുന്ന, വേദനിച്ച് കിടക്കുന്ന ആ ദിവസങ്ങളിൽ കൈമാറ്റി വെച്ച് അവിടെ താഴഞ്ഞ് മാറ്റിവെക്കേണ്ടവരല്ലെന്നും നീ അവരുടെ കൂടെ ഉണ്ടാവണമെന്ന് കൂടെ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അതുകൊണ്ട് തീർത്തും നമ്മൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്തങ്ങളായ ചരിത്ര സംഭവങ്ങൾക്ക് അടിസ്ഥാനമാക്കി വിശദീകരിച്ച് നമ്മളെ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ അവർക്കെതിരാവണം, അവരെ അനുകൂലിക്കുന്നവരായി മാറരുത്, അവർക്ക് ശക്തി പകരുന്നവരായി മാറരുത്. ആശയപരമായി സാംസ്കാരികമായി നമ്മൾ യഹൂദന്റെ ഒരു സംസ്കാരത്തെയും നെഞ്ചിലേറ്റരുത് എന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യദീനിനെ സ്നേഹിക്കുന്ന, അല്ലാഹുവിന്റെ ദീനിനോട് മഹബ്ബത്തായി ജീവിക്കുന്ന നല്ലവരായ മുത്തഖീങ്ങൾ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله. അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് പടച്ചറബിനെ ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളായി ജീവിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കണമെന്നൊരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ഒരു ദിവസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലൂടെ ഒരു പറക്കുന്ന പക്ഷി ഇങ്ങനെ പറന്നു നീങ്ങിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, നീയൊക്കെ എന്ത് ഭാഗ്യവാനാ, നിനക്ക് ഹിസാബില്ല, നിനക്ക് പരലോകത്ത് വിചാരണയില്ല, നിനക്ക് മഹ്ശറയിൽ പേടിക്കാനില്ല. നിന്നെപ്പോലെയൊക്കെ ആണെങ്കിൽ നമ്മളൊക്കെ എത്ര രക്ഷപ്പെട്ടിരുന്നു. രണ്ടാം ഖലീഫ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയണ്ടായി, ജാഹിലിയത്തിൽ പല വേണ്ടാത്തരങ്ങളും ചെയ്തുകൂട്ടി. മുസ്ലിമായപ്പോ പിന്നീട് ഉൾക്കിടിലത്തോടെ പേടിയോടെ ജീവിച്ചു. ഖലീഫയായപ്പോ നീതിമാനായ ഒരു ഭരണാധികാരിയാവാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു. യൂഫ്രട്ടീസിന്റെ തീരത്ത് ഒരാട്ടിൻകുട്ടി ചത്ത് കിടന്നാൽ ഞാൻ അള്ളാന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരുമോ എന്ന പേടിയുണ്ടായി പരലോകത്തെ കുറിച്ച്. മൂന്നാം ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബറൊന്ന് കണ്ടാ മതി പൊട്ടിക്കരയും. ഒരു സാധാരണ ഖബർ കണ്ടാൽ മതി, ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുമ്പില്ലാത്തത് വിധേന പൊട്ടിക്കരയുമായിരുന്നു. ആളുകൾ ചോദിക്കുന്നുണ്ട്, എന്തിനാ നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാണ്. എന്നിട്ട് പറയും, ഇന്നൽ ഖബറ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ.
ഈ കാണുന്ന ഖബർ എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ പരലോകത്തെ ഒന്നാമത്തെ വീടാണ്. ഈ ഖബറിനകത്ത് ഒരാൾ രക്ഷപ്പെട്ടാൽ ശേഷമുള്ളതൊക്കെ എളുപ്പാണ്. വിചാരണ, മഹ്ശർ, ഉയർത്തെഴുന്നേൽപ്പൊക്കെ കുഴപ്പമില്ലാതെ പോകും. എന്നാൽ വൈലം യൻജുമിൻഹു, ഈ ഖബറിന്റെ ഉള്ളിൽ രക്ഷപ്പെട്ടില്ലെങ്കിൽ ഫമാ ബഅദഹു അശദ്ദു മിൻഹു, ഇനി വരാനിരിക്കുന്നതെല്ലാം അതിഭയങ്കരമായിരിക്കും. ഖബറിന്ന് രക്ഷപ്പെടുമെന്നുള്ള ബേജാറോണ്ടാണ് ഞാൻ ഈ കരയുന്നത്. ആരാണവര്? സ്വർഗമുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ പ്രമുഖ സ്ഥാനത്തിരിക്കുന്നവരാണ്. സ്വർഗത്തിന്റെ കവാടം ആദ്യമായി തുറന്നു കയറുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഇസ്രാ മിഅ്റാജിന്റെ യാത്ര കഴിഞ്ഞ് വന്നപ്പോ പറയാണ്, മാ റഅയ്തു മൻളറൻ ഖത്തു ഇല്ലാ വൽ ഖബ്റു അഫ്ളഉ മിൻഹു, ഞാൻ കണ്ട കാഴ്ചകളിൽ എന്നെ ഏറ്റവും ഭയാനകമായി തോന്നിയത് ഖബറിന്റെ ഉള്ളിലെ ഭയാനകതയാണ്. അതിനേക്കാൾ ഭീകരമായ ഒരു ദൃശ്യവും ഞാൻ കണ്ടിട്ടില്ല. ആ ഖബറും ആ പരലോകവും രക്ഷപ്പെടണമെന്ന ചിന്തയായിരുന്നു അവരുടെ ജീവിതത്തിൽ കടന്നു വന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, പടച്ചോൻ എന്റെ പരലോകം, ഇല്ല നമ്മുടെ വീട്, നമ്മുടെ കുടുംബം, നമ്മുടെ ജോലി, നമ്മുടെ കോഴ്സ്, നമ്മൾ ഈ ദുനിയാവിന്റെ എല്ലാം ഭംഗിയാകാൻ എത്ര കൊതിച്ചവരാണ്. പ്രവാചകന് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഹാസിബിനി ഹിസാബൻ യസീറാ, എന്റെ വിചാരണ, എന്റെ പരലോകം എളുപ്പമുള്ള വിചാരണയാക്കി മാറ്റി തരേണമേ. എന്താ പരലോകത്ര പേടിക്കാൻ? നാട്ടുകാരുണ്ടാവൂല, ബന്ധുക്കളുണ്ടാവൂല, പ്രാസ്ഥാനികരുണ്ടാവൂല, പ്രിയപ്പെട്ടവരായ ചങ്ങാതിമാരുണ്ടാകൂല. ഒറ്റക്കൊറ്റക്ക് നമ്മൾ അവിടെ നേരിടേണ്ടി വരും. വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ, ഇങ്ങോട്ട് ഒറ്റക്ക് വന്ന പോലെ തിരിച്ച് അള്ളാഹുവിന്റെ പരലോകത്ത് ഒറ്റക്കൊറ്റക്കായി നമ്മൾ ഓരോരുത്തരും നേരിടേണ്ടി വരുന്നൊരു പരലോകം മറക്കരുത്. ആ പരലോകത്ത് സ്വർഗം നിഷിദ്ധമാക്കപ്പെട്ടാലോ, സ്വർഗം കിട്ടൂല എന്ന് പറഞ്ഞ കാര്യം നമ്മൾ ചെയ്താലോ, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിൽ ശിർക്ക് ചെയ്താൽ, അള്ളാഹുവിൽ പങ്കു ചേർത്താൽ, അള്ളാഹുവിനുള്ള ആരാധനകളിൽ എന്തെങ്കിലും ഒന്ന് അള്ളാഹുവിന് പകുത്ത് കൊടുക്കേന്ന് പകരം മറ്റൊരാൾക്കത് കൊടുത്താൽ സ്വർഗം അവന് നിഷിദ്ധമാണ്. ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ, നരകം അവന്റെ സങ്കേതമാണ്, സ്വർഗം അവന് കിട്ടാതെയാകും. വിജയിക്കണമെങ്കിൽ ശിർക്കില്ലാത്തൊരു ജീവിതം ദുനിയാവിൽ ക്രമീകരിച്ച് മുന്നോട്ട് പോകാൻ ആ പരലോകത്തെ ഭയപ്പെട്ടായിരുന്നു ഓരോരുത്തരും. സഹാബത്തിന്റെ ഒക്കെ ചരിത്രം വായിക്കുമ്പോൾ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹാ നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായിരുന്നു. ഒരു ഭാര്യയും ഭർത്താവുമാകുമ്പോൾ സ്വാഭാവികമായും നല്ല സ്നേഹവും അടുപ്പവും നല്ല ബന്ധങ്ങളും ഉണ്ടാകും. ഒരു ദിവസം ആയിഷ ബീബി നബിന്റെ അടുത്തേക്ക് ഒരു രാത്രിയിൽ വരികയാണ്. നബിയേ, നിങ്ങളുടെ ശരീരത്തിൽ ഒന്ന് ഒട്ടിപ്പിടിച്ച് നിങ്ങളുടെ നെഞ്ചത്തൊന്ന് തലവെച്ച് ഞാനൊന്ന് കിടക്കട്ടെ നബിയേ, ചേർന്ന് കിടക്കാൻ എനിക്ക് കൊതിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആയിഷ, ഇന്ന് എനിക്കതിനു പറ്റിയ ഒരു ദിവസമല്ല, എനിക്കതിനുള്ള ഒരു മൂഡ് തോന്നുന്നില്ല. കാരണം ഇന്ന് ഇറങ്ങിയ ആയത്ത് അത്ര പേടിപ്പിക്കുന്നതായിരുന്നു. എന്തത്ര പേടിക്കാൻ മാത്രമുള്ള ആയത്ത്? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ എന്ന് തുടങ്ങുന്ന സൂറത്തു ആലി ഇംറാനിലെ അവസാനത്തെ ചില ആയത്തുകൾ അങ്ങനെ ഓതി കേൾപ്പിച്ചു കൊടുത്തിട്ട്, റബ്ബനാ ഇന്നക മൻ തുദ്ഖിലിൻ നാർ ഫഖദ് അഖ്സൈത, ഒരാൾ നരകത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻ ഏറെ നിന്ദ്യനായി മാറുന്നതാണ്. ഇതെല്ലാം കൂടി കേട്ടപ്പോ എല്ലാ സുഖങ്ങളും ഒന്നും ആസ്വദിക്കാൻ പറ്റാത്തൊരു വിഷമവും വേദനയും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, മനുഷ്യരെ വർത്തമാനങ്ങൾ, സംസാരങ്ങൾ പോലും ശ്രദ്ധിച്ചോ. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ പദപ്രയോഗങ്ങൾ, നമ്മുടെ ആശയവിനിമയങ്ങൾ ഒരു റഖീബും അതീദും എഴുതി വെക്കാതെ, രേഖപ്പെടുത്താതെ ഇവിടെ നിന്ന് പോകുന്നില്ല. അതൊക്കെ കിതാബായി നാളെ പരലോക കോടതിയിൽ ഹാജരാക്കപ്പെടും. അതുകൊണ്ട് നമ്മുടെ പരലോകം ജയിക്കാൻ, അത് നഷ്ടപ്പാകാതിരിക്കാൻ, അവിടെ നിന്ദനാവാതിരിക്കാൻ നമ്മുടെ കുടുംബം, നമ്മുടെ ബാപ്പ, നമ്മുടെ മകൻ, നമ്മുടെ മകൾ അറിവുള്ളവരായി മാറുക, ഇൽമ കൊടുക്കുക. ദീനിയായ അറിവ്, ഭൗതികമായ എന്തൊക്കെ അറിവ് നമ്മൾ കൊടുത്തു,
എത്ര നല്ല റാങ്ക് നേടി നമ്മുടെ മക്കൾ, എത്ര A+കൾ മേടിക്കാൻ എത്ര ട്യൂഷൻ കൊടുത്തു നമ്മൾ. 3ാം ക്ലാസ് മുതൽ ട്യൂഷൻ പഠിപ്പിക്കുന്ന രക്ഷിതാക്കളാണ് നമ്മൾ. മാത്സിനും ഫിസിക്സിനും കെമിസ്ട്രിക്ക് വരെ മണിക്കൂറുകൾക്ക് വരെ നല്ല എമൗണ്ട് ചാർജ് കൊടുത്ത് പഠിപ്പിക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ മക്കളെ ഖുർആൻ പഠിച്ചോ? നമ്മുടെ കുട്ടികൾ നിസ്കാരം പഠിച്ചോ? നമ്മുടെ മക്കൾ ജനങ്ങളോട് ആശയവിനിമയം ചെയ്യൽ നിന്ന് മര്യാദകൾ പഠിച്ചോ? അതുകൊണ്ട് ഒരു നല്ല ചിന്ത, നല്ല ഒരു സമീപനം നമ്മുടെ കുടുംബത്തിൽ വേണമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. കഴിഞ്ഞ ആഴ്ചയിൽ, കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ പറഞ്ഞു വന്നിരുന്നു, അവിടുത്തെ ഈ കൂടാളിയിൽ വെച്ച് നടക്കുന്ന അൽവാൻ എന്ന് പറയുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ക്യാമ്പ്. അതിൽ നമ്മുടെ മക്കളുടെ പേരുകൾ പലരുടെയും കാണുന്നില്ല. മക്കളുണ്ട് നമ്മുടെ വീടുകളിൽ, അവർക്ക് വേണ്ടിയാണ് അത് ഒരുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാളെ നമ്മൾ ഖേദിക്കാതിരിക്കാൻ, നമ്മൾ തന്നെ നെഞ്ചത്തടിച്ച് കരയാതിരിക്കാൻ ഈ ഒരു നല്ലൊരു അവസരത്തെ പേര് കൊടുത്ത് ഇൻഷാ അല്ലാഹ് കൗണ്ടർ പുറത്ത് സെറ്റാക്കിയിട്ടുണ്ട്. എല്ലാവരും നമ്മുടെ വിദ്യാർത്ഥികളെ പേര് നൽകിയിട്ട് രക്ഷിതാക്കൾ മുൻപന്തിയിൽ നിന്ന് അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ദീനിലേക്ക് അവരെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. നമ്മുടെ പള്ളിയുടെ പരിപാലന പ്രവർത്തനങ്ങൾക്ക് അകമഴിഞ്ഞ് നല്ല പിന്തുണയും പ്രാർത്ഥനയും അഭിപ്രായ നിർദ്ദേശങ്ങളും എല്ലാം നമ്മൾ നൽകുന്നതോടൊപ്പം തന്നെ സാമ്പത്തികമായി കഴിയാവുന്ന സഹായങ്ങളെല്ലാം നൽകിക്കൊണ്ട് നമ്മുടെ സമ്പത്ത് പടച്ചോൻ തന്നതാണ്. അതെവിടെ കൊടുക്കണമെന്ന് പടച്ചോ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ലഭിച്ചതിൽ നിന്ന് കൊടുത്തതിന്റെ പേരിൽ ഒരിക്കലും നമുക്കൊരു കുറവും വരാനിരിക്കുന്നില്ല. അള്ളാഹുവിന്റെ പള്ളി അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് എന്ന ബോധ്യത്തോടെ നല്ല ഇഖ്ലാസോടുകൂടെ നമ്മുടെ സ്വതക്കകൾ നൽകുക. അള്ളാഹു നമ്മുടെ എല്ലാ സതുദ്ദേശ പ്രവർത്തനങ്ങളും വിജയിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളിലും അള്ളാഹു തആല ഇഖ്ലാസോടെയുള്ള വമ്പിച്ച പ്രതിഫലം നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട പലരും നമുക്കിടയിൽ നിന്ന് വിട പറഞ്ഞു പോയി. അള്ളാഹുവേ, നീ എല്ലാവർക്കും മരണപ്പെട്ടു പോയവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. രോഗികളായ സഹോദരങ്ങളുണ്ട്, അള്ളാഹുവേ അവർക്ക് ശിഫ നൽകണമേ. അള്ളാഹു പ്രിയപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യണമേ. അള്ളാഹു ഞങ്ങളുടെ മക്കളിലൂടെ ഇണകളിലൂടെ കൺകുളിർമ നൽകണമേ. അള്ളാഹുവേ, നല്ല ജീവിതവും നല്ല മരണവും ഞങ്ങൾക്ക് നീ സമ്മാനിക്കണമേ. എല്ലാവിധ അപകടങ്ങളിൽ നിന്ന് ഷർറുകളിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ. അള്ളാഹുവേ, നാളെ സ്വർഗത്തിന്റെ അഹ്ലുകാരായി സന്തോഷിക്കുന്ന അവിടുത്തെ ആനന്ദങ്ങളിൽ ഇടപഴകുന്നവരിൽ ഞങ്ങളെ എല്ലാം ഉൾപ്പെടുത്തണമേ. നരകത്തിന്റെ വിറകായി മാറുന്ന കത്തിജ്വലിക്കുന്ന നരകത്തിൽ ആളിപ്പടരുന്ന തീയിന് ഇടയായിക്കൊണ്ട് ആ കല്ലുകൾക്കിടയിൽ വെന്തെരിയുന്നവരിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കാത്തു രക്ഷിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا آمنا فاكتبنا مع الشاهدين. توفنا مسلمين والحقنا بالصالحين. وصلى الله على نبينا محمد والحمد لله رب العالمين.